നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 എന്തായി എന്ന് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു. അത് വിജയകരമായി വിക്ഷേപിച്ചതും അതിന്റെ വിക്ഷേപണം വിജയകരമായതും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിവരം പുറത്തുവരികയാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുന്നുവെന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ജനുവരി 6-ാം തീയതി വൈകിട്ട് 4 മണിയോടെ അന്തിമ ഭ്രമണപഥത്തിലേക്ക് ആദിത്യ L1 കടക്കുമെന്ന് ISRO അറിയിച്ചു. ഭ്രമണപഥത്തിലേക്ക് എത്തുന്നതോടെ സൂര്യനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പല വിവരങ്ങളും പേടകം ശേഖരിക്കുമെന്ന് ISRO അറിയിച്ചു. നാളെ വൈകിട്ടോടെ ആദിത്യ ലാഗ്രാഞ്ച് പോയിന്റ് L1 ചുറ്റുമുള്ള ഒരു ഹാലോ ഓർബിറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കും. 5 ലാഗ്രാഞ്ച് പോയിന്റുകളിൽ ആദ്യത്തേതാണ് ഹാലോ ഓർബിറ്റ്. ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ്. ഈ പ്രദേശത്ത് 2 വസ്തുക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണ ബലം പരസ്പരം സന്തുലിതമാകും. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്നും ബഹിരാകാശ പേടകത്തിന് എളുപ്പത്തിൽ സൂര്യനെ കാണാനും പഠിക്കാനും സാധിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-നായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ആദിത്യ L1 വിക്ഷേപിച്ചത്. 126 ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് ലക്ഷ്യസ്ഥാനത്തോട് ആദിത്യ L1 അടുക്കുന്നത്. അടുത്ത 5 വർഷത്തേക്ക് പേടകം ഈ ഭ്രമണപഥത്തിൽ തുടരും. സൂര്യനെ അടുത്തറിയുക, പഠിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ISRO ചെയർമാൻ S. സോമനാഥാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. 5 വർഷവും 2 മാസവുമാണ് ദൗത്യ കാലാവധി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പേലോഡുകളാണ് ആദിത്യയിലുള്ളത്. സൂര്യന്റെ ഏറ്റവും പുറത്തുള്ള പാളിയായ കൊറോണയെ പറ്റി പഠിക്കുക, ബഹിരാകാശ കാലാവസ്ഥയെ നിരീക്ഷിക്കുക, ഭൂമിയുടെ കാലാവസ്ഥയിലും ബഹിരാകാശ പരിസ്ഥിതിയിലും സൂര്യന്റെ സ്വാധീനം മനസ്സിലാക്കുക, സൂര്യന്റെ കാന്തിക വലയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക തുടങ്ങിയവയാണ് ആദിത്യ L1 പ്രധാന ലക്ഷ്യങ്ങൾ. അതേസമയം ISRO മറ്റൊരു വിക്ഷേപണം കൂടി ഈ ഇടയ്ക്കാണ് വിജയകരമായി പൂർത്തീകരിച്ചത്. 60-ാം ദൗത്യത്തിലും ISRO മുന്നേറ്റം നടത്തി. എക്സ്പോസാറ്റ് വിക്ഷേപണമായിരുന്നു വിജയകരമായി ISRO ഈ ഇടയ്ക്ക് പൂർത്തിയാക്കിയത്. എക്സ്പോസാറ്റ് പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ഉപഗ്രഹമാണ്. എക്സ്റേ തരംഗങ്ങളിലൂടെ തമോഗർത്തങ്ങളുടെ അടക്കം പഠനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഒപ്പം മലയാളി വിദ്യാർത്ഥികളുടെ VSATും ബഹിരാകാശത്തെത്തി. തിരുവനന്തപുരം വനിതാ കോളേജ് വിദ്യാർത്ഥികളുടെ പരീക്ഷണമായിരുന്നു VSAT. ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു വിക്ഷേപണം നടത്തിയത്. ഇന്ത്യയുടെ ആദ്യ എക്സ്റേ പൊളാരിമെട്രി ഉപഗ്രഹമാണിത്. എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത പ്രകാശ സ്രോതസ്സുകളെ അടുത്തറിയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. പോളിക്സ്, എക്സ്പെക്ട് എന്നീ 2 പേലോഡുകളായിരുന്നു എക്സ്പോസാറ്റിൽ ഉണ്ടായിരുന്നത്. ബംഗളൂരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു പോളിക്സ് വികസിപ്പിച്ചത്. എക്സ്പോസാറ്റിന്റെ പ്രവർത്തന കാലാവധി 5 വർഷമാണ്. ISROയുടെ ഏറ്റവും വിശ്വസ്തനായ വിക്ഷേപണ വാഹനത്തിന്റെ 60-ാം വിക്ഷേപണം കൂടിയായിരുന്നു വിജയകരമായി പൂർത്തീകരിച്ചത്. എക്സ്പോസാറ്റ് വിക്ഷേപണം കൊണ്ട് മാത്രം PSLVയുടെ ജോലി പൂർത്തിയാകില്ല. 10 പരീക്ഷണങ്ങളുമായി റോക്കറ്റിന്റെ 4-ാം ഘട്ടം ബഹിരാകാശത്ത് തുടരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.